ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇതെന്താ സാധനം എന്നറിയോ? നമ്മുടെ ഇവിടെ കൊടകണ്ടല എന്നാട്ടോ പറയാ. നിങ്ങളുടെ നാട്ടിലേക്ക് എന്താ പറയാ? എന്തായാലും ഇത് വെച്ചിട്ടൊരു തോരൻ ഉണ്ടാക്കാനാണ് ഇന്നത്തെ പ്ലാൻ. നമ്മുടെ ഇവിടെ സോപ്പൊക്കെ വിൽക്കാൻ വരുന്ന ഈ കുടുംബശ്രീൻ്റെ സോപ്പൊക്കെ വിൽക്കുന്ന ഒരു ചേച്ചിൻ്റെ ആ ചേച്ചി ഇങ്ങോട്ട് പറഞ്ഞേ, കൊച്ചേ നീ അത് കളയല്ലേ, അതെടുത്ത് തോരൻ വെക്കീന്ന് പറഞ്ഞു. അപ്പം അതിനോടൊന്ന് പരീക്ഷിച്ച് നോക്കാൻ വേണ്ടി ഇതുപോലത്തെ ഇങ്ങനെ ഇലകളും ഉള്ളിയെടുക്കാൻ എന്നോട് പറഞ്ഞേ. ഞാൻ അതുപോലെ തന്നെ ചെയ്യും കേട്ടോ. ഭയങ്കര അനുസരണക്കുള്ള കുട്ടിയാണ് ഞാൻ. അതുകൊണ്ട് ആ ചേച്ചി പറഞ്ഞ പോലെ തന്നെ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. അപ്പം ഇതുപോലെ കുറച്ച് ഇലകളൊക്കെ ഒന്ന് ഉള്ളിയെടുക്കട്ടെ കേട്ടോ. ഞാൻ ഇതാ ഇത്രയും ഉള്ളി എടുത്തിട്ടുണ്ട്. കുറച്ച് മെനക്കെടുണ്ട് ഉള്ളിയെടുക്കാൻ. നീളമുള്ള കമ്പൊക്കെ കിട്ടീന്. എന്തായാലും നല്ലോണം കഴുകി എടുത്ത് വെച്ചതാണ്, വെള്ളത്തിൽ അങ്ങനെ വെച്ചതാണ്. ഇതിൽ നിന്ന് ഓരോന്നോരോന്ന് പെറുക്കിയെടുത്ത് തണ്ടൊക്കെ ക്ലീൻ ചെയ്ത് മാറ്റണം. ഇതൊരുപാട് ഔഷധ ഗുണങ്ങളുള്ള എന്തോ മരുന്നാണ്. അപ്പനോട് കുറേയൊക്കെ കാര്യങ്ങൾ പറഞ്ഞു തന്നിരുന്ന സംഭവം. പക്ഷെ ഇപ്പം എനിക്ക് ഓർമ്മയില്ല. എന്താ തല മുതൽ കാല് വരെയുള്ള ഒരുവിധം എല്ലാ രോഗങ്ങൾക്കും പറ്റും, അങ്ങനെയൊക്കെ എന്തൊക്കെയോ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. എന്തായാലും നിങ്ങൾക്ക് അറിയാവുന്നത് നിങ്ങൾ കമൻറ്റ് ചെയ്യ്. എന്തായാലും വയറിന് നല്ലതാണെന്നറിയാം, പിന്നെന്താ ഓർമ്മശക്തിക്ക് നല്ലതാണെന്നറിയാം, പിന്നെ എനിക്കൊന്നും ഓർമ്മയില്ല. എന്തായാലും ഇതുപോലെ നമുക്കിത് തണ്ട് വല്ലാതെ ഇല്ലാതെ കുറച്ച് ചെറുതാക്കിയിട്ട് ഒക്കെ പൊട്ടിച്ചെടുക്കാം. എന്നിട്ട് ഇതിങ്ങനെ ചെറുതാക്കി അരിഞ്ഞെടുക്കാം. ഇതരിഞ്ഞ് ഫുൾ അരിഞ്ഞെടുക്കാം കേട്ടോ. ഞാൻ പിന്നെ ഇതിൻ്റെ തണ്ടെടുക്കാൻ പറ്റുമല്ലേ എന്ന് എനിക്കറിയില്ലേ. ഞാൻ എന്തായാലും എടുത്തിട്ടില്ല. ഞാനെല്ലാം മാത്രം എടുത്തു. കുറച്ച് കാന്താരി കിട്ടി, അതും ഒരു പച്ചമുളകും കൂടി കൂട്ടി. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഈ തോരൻ ഉണ്ടാക്കാൻ വേണ്ട കേട്ടോ. ഒരു സവോള എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു തേങ്ങയുടെ കുറച്ച് ഒരു പിടി തേങ്ങ, പിന്നെ അതേ ആ കാന്താരി ചതച്ച് വെച്ച അത്. ഇത്രയും സാധനങ്ങളാണ് തോരന് വേണ്ടത്. ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി വേണം കേട്ടോ. ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇതിൽ ഞാൻ വെച്ചിട്ടില്ല. അപ്പോൾ നമുക്കിത് ഉണ്ടാക്കി വെക്കാം. ഏതാ ചട്ടി വെച്ചിട്ടുണ്ട്, ചൂടായി. ഇനി ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ വയ്ക്കാം. അതിലേക്ക് ആ വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ ചെറിയുള്ളി അരിഞ്ഞത്, കടുക് ഇടുന്നവരുണ്ട്. ഇവിടെ ഉമ്മാക്ക് കടുക് ഇഷ്ടമല്ല, അതുകൊണ്ട് ഞാൻ കടുകില്ല. ചെറിയുള്ളി ഇട്ടു. ചെറിയുള്ളി ഇട്ടിട്ട് അത് വഴറ്റി അതിലേക്ക് ഞാൻ പച്ചമുളക് ഇടുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ഒരു പച്ചച്ചയൊക്കെ ഒന്ന് പെട്ടെന്ന് മാറാൻ വേണ്ടിയിട്ടാണ് കാന്താരിയും പച്ചമുളകും കൂടി ഞാൻ ആദ്യം ഇടുന്നുണ്ട്. ഒന്ന് ഇളക്കിയിട്ടാണ് ബാക്കിയുള്ളതൊക്കെ ഇടുന്നത് കേട്ടോ. ഇതെല്ലാം ഇട്ടിട്ട് എല്ലാം ഒപ്പരം തന്നെ ഇടുകയാണേ, പിന്നെ ഒന്നുമില്ല. എല്ലാം ഒപ്പരം തന്നെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യട്ടെ. ഇതിലേക്ക് ഉപ്പിടണം കേട്ടോ. ഉപ്പും മഞ്ഞൾപ്പൊടിയും വേണം. ഞാൻ ഒന്ന് ഇളക്കി കൊടുക്കും, കാരണം ചട്ടിയിൽ വെച്ചായതുകൊണ്ട് ആദ്യമായിട്ട് വെക്കുന്നതായതുകൊണ്ടും ഒരു പേടി. അപ്പം അങ്ങനെ ഇളക്കി കൊടുത്തിട്ട് അടുത്തത് അങ്ങനെ ഇട്ടുകൊണ്ട് കേട്ടോ. അങ്ങനെ ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ടുണ്ട്. ഇനി അങ്ങനെ ഇളക്കി ഇനി ഇതൊന്ന് നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം. ഞാൻ അടച്ച് വെച്ച് ഇടയ്ക്ക് തുറന്ന് നോക്കി ഇളക്കുന്ന ആ പരിപാടിയൊന്നും ഞാൻ ഇതിൽ കാണിക്കുന്നില്ല. എന്തായാലും ഇതിനി അടച്ച് വെച്ചിട്ട് വേവിച്ചിട്ട് ഇനി ലാസ്റ്റ് ഇന്നത് കാണിച്ചു തരാം കേട്ടോ. ഇതാ ഇത്രേ ഉള്ളൂ. ഇത് ഉണ്ടാക്കി ഉമ്മാക്ക് കൊടുത്തപ്പോൾ ഉമ്മ കുഴപ്പമൊന്നുമില്ല എന്നല്ല പറഞ്ഞത്, കഴിക്കാനൊക്കെ പറ്റും, കുഴപ്പമൊന്നുമില്ല എന്നാണ് പറഞ്ഞത്. അപ്പം നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കി, എന്നിട്ട് അഭിപ്രായം കമൻറ്റ് ബോക്സിൽ പറയണേ. ഇതിൻ്റെ ഔഷധ ഗുണങ്ങളും എനിക്കൊന്ന് എല്ലാവരും പറഞ്ഞിരുന്നു കേട്ടോ. ഇത്രേ ഉള്ളൂ. അപ്പോൾ എൻ്റെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, വീഡിയോക്ക് ലൈക്ക് അടിക്കണം, മാക്സിമം കഴിയുന്നത് ഷെയർ ചെയ്യണം. ഇത്രേ ഉള്ളൂ. താങ്ക് യു.